തോട്ടം മേഖലയിലെ പ്രധാന ആശുപത്രിയായ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ അവശ്യ മരുന്നുകൾ ഇല്ലാത്തത് രോഗികളെ വലയ്ക്കുന്നു. മണിക്കൂറുകൾ കാത്തിരുന്ന് ഡോക്ടറെ കണ്ട് കുറിപ്പെഴുതി വാങ്ങി ഫാർമസിയിൽ എത്തുമ്പോഴാണ് മരുന്നില്ല എന്ന് രോഗികൾ അറിയുന്നത്. പിന്നീട് സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകളെ ആശ്രയിക്കേണ്ട ഗതികേടാണ്. വലിയ വില നൽകി മരുന്ന് വാങ്ങേണ്ടി വരുന്നത് നിർധനരും സാധാരണക്കാരുമായ രോഗികൾക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. പാരാസെറ്റാമോൾ, ടി തുടങ്ങിയ അവശ്യ മരുന്നുകൾ പോലും ലഭിക്കാത്ത സാഹചര്യമുണ്ട്. ആശുപത്രിയിൽ എത്തുന്ന രോഗികളുടെ എണ്ണത്തിലെ വർധനവും സർക്കാരിൽ നിന്നും ലഭ്യമാകുന്ന മരുന്നിന്റെ പരിധി കഴിഞ്ഞതുമാണ് മരുന്നുകളുടെ കുറവിന് കാരണമാകുന്നത്. ചുമയും പനിയുമായി കുട്ടികളടക്കം നിരവധി രോഗികളാണ് ആശുപത്രിയിൽ എത്തുന്നത്. കുട്ടികൾക്കുള്ള പാരാസെറ്റമോൾ സിറപ്പ്, സിട്രസിൻ അടക്കമുള്ള മരുന്നുകൾ പുറത്ത് മെഡിക്കൽ സ്റ്റോറുകളിലേക്ക് എഴുതുകയാണ് ചെയ്യുന്നത്. കുട്ടികൾക്ക് അടക്കം രോഗനിർണയത്തിനുള്ള പരിശോധനകൾ പുറത്തെ ലാബുകളിലാണ് ചെയ്യുന്നത്. മരുന്ന് വാങ്ങിയ ഇനത്തിൽ മെഡിക്കൽ സ്റ്റോറുകൾക്കും പരിശോധന നടത്തിയ ഇനത്തിൽ സ്വകാര്യ ലാബുകൾക്കും ആശുപത്രിയിൽ നിന്നും ലക്ഷങ്ങളാണ് നൽകാനുള്ളത്. തുടങ്ങിയ ഒരു 3-4 മാസമായി ഈ ആശുപത്രിയിലെ സ്ഥിതി ഇതാണ്. ഇപ്പോൾ ഡോക്ടർമാർ സൂപ്രണ്ടോട് കഴിഞ്ഞ ദിവസം സംസാരിച്ചും പറഞ്ഞത് സംസ്ഥാന വ്യാപകമായി എല്ലായിടത്തും മരുന്നില്ല, മരുന്നൊക്കെ ഉടനെ വരും എന്നാണ് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം അറിയാൻ കഴിഞ്ഞത് മരുന്ന് സപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക്, കോൺട്രാക്ടർമാർക്ക് ഏതാണ്ട് കോടികൾ സംസ്ഥാന ഗവൺമെൻറ് അടയ്ക്കാനുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് പൈസ കൊടുക്കാത്തത് കൊണ്ടാണ് മരുന്നുകൾ ലഭ്യമാക്കാത്തത് എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് 466 ഇനത്തിലുള്ള മരുന്നുകളാണ് ഓരോ താലൂക്ക് ആശുപത്രിയിലും വേണ്ടത്. ഇതിൽ മിക്ക മരുന്നുകളും പീരുമേട് താലൂക്ക് ആശുപത്രിയിലില്ല. ഒരു സാമ്പത്തിക വർഷം 73 ലക്ഷം രൂപയുടെ മരുന്നുകളാണ് പീരുമേട് താലൂക്ക് ആശുപത്രിക്ക് അനുവദിച്ചിട്ടുള്ളത്. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഈ തുക മറികടന്നു കഴിഞ്ഞു. പരാതികൾ ഉണ്ടെന്നും വരും ദിവസങ്ങളിൽ പരിഹരിക്കാമെന്നുമാണ് ആശുപത്രിയുടെ ചുമതലയുള്ള അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം മാലതി പറഞ്ഞത്. പ്രതിസന്ധി ഉടൻ പരിഹരിക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സെൻസിയും പറഞ്ഞു. ഇടുക്കി വിഷൻ ന്യൂസ്, പീരുമേട്.